പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ബ്രോൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിൻ്റെയും അതിലൊരു ഷാജാൻ്റെ ഇതും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല. എന്നെയും ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളുടെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ തമാശക്കാരും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത്. ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ചിട്ടുള്ള നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം. അപ്പം ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു. എന്തെങ്കിലും വിഷയമുണ്ടോ, പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ ഇതോടുകൂടി തീർന്നിട്ട് അവൻ സംസാരിച്ചു. അത് ബേസിക് പേഴ്സണലായിട്ട് എനിക്കറിയില്ല, എന്നെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു. എന്നെ കുറിച്ചിട്ടൊരു കാര്യം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ റിയാക്ഷൻ ആ കോളില് മണവാളം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളം ബ്രോയുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് അത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ കൺമശി വേണമെന്നൊക്കെയാണ് എന്നെ വിളിക്കണത്. നോക്കാൻ പറ്റില്ല. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പോ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു. എനിക്ക് പറ്റില്ല. ആൾക്കാർ എന്നെ എന്റെ പൊന്നോ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല എയറിൽ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മണവാളൻ എൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. അപ്പൊ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എൻ്റെ റിയാക്ഷൻ വീഡിയോ കാണുന്നത് വെച്ചാൽ എൻ്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിന് റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത്. ഫുള്ള് അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എനിക്കത് അറിയണമെന്നില്ല. ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ. അത് ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. പേഴ്സണലായിട്ട് ആ മണവാളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കുണ്ണ അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് ഇത് കൺമേശി വേണമെന്നൊക്കെ എന്നെ വിളിക്കണം. ഞാൻ കൺമേശി ഇടാറില്ല, കൺമേശി ഞാൻ ഇടാറില്ല. പിന്നെ ഇത് വെച്ചാൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ. അത് ഞാൻ രാജരാജ കമ്മത്ത് ചെയ്തതാ. പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കയറി വന്നു. നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ അവിടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ്, എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊരു ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല. അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് ഗെയിമിങ് എന്താണെന്ന് ഞാൻ അറിയില്ല, ഗെയിമിങ് എന്താ സംഭവം പോലും എനിക്കറിയില്ല. പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് എങ്ങനെയാണെന്നുള്ള മൊത്തത്തില് കിളി പോയിരിക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഇപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരെ കൂടി എന്നെ തല്ലുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ. ഇനി പുറത്തിറങ്ങിയപ്പോ ഞാൻ ഇവരെ നാട്ടിൽ വന്നപ്പോ ചോദിച്ചു തല്ലി കിട്ടുന്ന എല്ലാവരും നോക്കണ്ടേ, ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞ. പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്നു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. അത് ആളുടെ ഒരു മാന്യതയാണ്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പ ദുബായില്ല, ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ആളെ വിളിച്ച് പറയുമ്പോൾ എന്നാൽ എൻ്റെ കേസ് എന്നോട് പറയണ്ട, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സോ അതായിരുന്നു സംഭവം. അപ്പോൾ ഈ കുറി എനിക്കത് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഈ കുറിയിട്ട സംഭവം നിങ്ങൾ ഇട്ടില്ല. അതിപ്പോ മൊത്തത്തില് ഇൻസ്റ്റയില് റിക്വസ്റ്റ് വരെ അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവില് തന്ത്രമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഏത് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ പേജ് ഞാൻ ഇപ്പൊ എടുത്ത് നോക്കാറില്ല, നോക്കാൻ പറ്റണില്ല. ഇതിങ്ങനെ 1500-2000 കമന്റ് യൂട്യൂബിൽ ഇന്നവരെ കിട്ടണ 4-3 എനിക്ക് 5 കമന്റാ എനിക്ക് വന്നിരിക്കണത്. ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് കിളി പോയി. 1300-2000 കമന്റ് ആവും. ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല, ഒറ്റ കമന്റ് നോക്കിയില്ല. പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ്. ഒരു കമന്റ് ഇല്ല, നിരത്തി അടിച്ചിക്ക്. എന്നിട്ടാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ചാതി അടി പറവൻ കാക്കന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലില്ല.
സംഭവം ഇല്ല. ശരിക്കും എനിക്കാണ് കിട്ടാറ് 4, 3, 5 വ്യൂസ്. 5 വ്യൂസ്. പിന്നെന്ന് വെച്ചാൽ കിളി പോയി മൊത്തത്തില്. എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവില് തോർത്തൊക്കെ ഇട്ടിട്ടാ ഞാൻ ഇതുവരെ വന്നത്. സത്യം എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചിട്ട് എണ്ണാനൊന്നും എൻ്റെ കാശില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. എനിക്ക് എൻ്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്ത് എന്നെ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഞാൻ എങ്ങനെ ബസ്സിൽ വരിക, ബസ്സിൽ എനിക്ക് വരാൻ പറ്റില്ല. ഇറങ്ങി വിടുന്ന നോട്ടം തുടങ്ങി, അവിടുന്ന് പോരല് തുടങ്ങി, പുറകീന്നൊക്കെ വിളിക്കണേ, കൺമശിന്നൊക്കെ വിളിക്കണേ. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. 4, 3, 5 വ്യൂസ് ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് 2, 3 വീഡിയോക്കൊക്കെ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ്, എൻ്റെ പൊന്നെ കമന്റ് സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുക യൂട്യൂബിൽ. ഞാൻ തന്നെ ചോദിച്ചത് എന്ത് സംഭവം തന്നെ, മൊത്തം ഒരെണ്ണമില്ല നല്ലത്, ഒക്കെ എതിരെ, ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല അതിൽ. വളരെ എന്താ പറയാ, നല്ല നന്നായി എന്താ പറയുക അത് സംഭവം. നന്ദിയുണ്ട് എന്നെ എല്ലാം ഇതാക്കിയതിന്. കരയും ഞാൻ. നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങൾ കറക്റ്റ്. എനിക്ക് പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല. ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ 2 വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത് കുറിച്ച് എനിക്ക് അറിയില്ല, പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാൻ ഉള്ളത് പറഞ്ഞത്, എനിക്ക് പേഴ്സണലി അറിയില്ല. ഗെയിമിങ് മറ്റേ മോട്ടിവേഷൻ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ലേ, അതാണ് ഞാൻ കാണല്. പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ അറിഞ്ഞത് മൊത്തത്തില്. അപ്പോ ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളേ അല്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പോ നമ്മുടെ വായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ, അങ്ങനെ വന്നൊരു സംഭവമാണല്ലേ. അതെ അതെ, ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഈഗിൾ ബ്രോ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട്, അതാള് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ വായോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. സമയം ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട്. ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരുത്തണം. സത്യം പറഞ്ഞാൽ എന്നെ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത്. എന്നെ ആള് വിളിച്ചിരുത്തി, ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യങ്ങൾ, എനിക്ക് കുടിക്കാൻ ഫുഡ് വന്നു. വളരെ നല്ല രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു തല്ലുന്ന സത്യം. പിന്നീട് പുറത്തു വന്നപ്പോ ഡോഗ് ഉണ്ടായിരുന്നു, ഡോഗുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തി. നമുക്കിത് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരോടും. കാരണം അത്ര അധികം കമന്റ് ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കുക. നമുക്ക് സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല വണ്ടി രീതിക്ക് വീട്ടിൽ പോലും ഉമ്മ കയറ്റാത്ത അവസ്ഥയായി എന്റെ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ കേസ്, എനിക്ക് ഇത്രേ പറയുള്ളൂ. അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു, ഇവർക്ക് ഈ കാരണം പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ POV ത്രൂ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം, അത് കഴിഞ്ഞിട്ട് പറയാം. മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പം തന്നെ ഞാൻ മണവാളിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ. എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് ബ്രോ അവിടെ കറക്റ്റ്. ഇപ്പൊ മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക, മനസ്സിലായി. അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ നിർത്തി പറയണില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ, ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്, മനസ്സിലായി. അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതെനിക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ഒരു കാര്യം ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭയങ്കര രീതിക്ക്. അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്നേ പറ്റൂ. കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം. നമ്മള് 4 വർഷം മുന്നേ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ബ്രേക്ക് വന്നു, പിന്നെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പൊ ചാനലൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോഴാണ് ഒരു വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളിലോട്ട് റീച്ചിന് വേണ്ടിട്ടോ. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെയല്ല. ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അപ്ലൈ ചെയ്യായിരുന്നു. റീച്ചിന് വേണ്ടി നോക്കുന്ന ആളുമല്ല. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തുടങ്ങുന്നതാണ് അല്ലേ. അതെ, ഇനി നമ്മൾ വീണ്ടും ആദ്യം
അപ്പൊ റീച്ചിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല, എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും. ഞാൻ തെറി വിളിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട്. രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇപ്പൊ എനിക്കത് കൊണ്ടു, ആള് റിയാക്ട് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു, എൻ്റെ വാപ്പാനെ വിളിച്ചത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തത്, റിയാക്ഷൻ വീഡിയോ. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത്, അതുവരെ ചെയ്തിട്ടില്ല. ആ സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു എയറിൽ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത ആളുടെയാണ് മാറിപ്പോയത്. അതെ, ചെയ്തത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അത് കിട്ടി. ഒന്നും അറിയാണ്ട് നമ്മ കേറി സംസാരിക്കുമ്പോ ഇങ്ങനെ പലതും. സംഭവം എനിക്ക് ഗെയിമിങ്ങിനെ കുറിച്ച് അറിയില്ല, ഇതൊന്നും അറിയില്ല. ഞാൻ റീച്ചിന് വേണ്ടിട്ടൊന്നുമല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ആൾക്കാർ ഇരിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ടാവും അവനെ. എനിക്കിത് അറിയില്ല പേഴ്സണലി. എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയാം എൻ്റെ ക്യാരക്ടർ എന്താണ്. ഞാൻ ഇങ്ങനെ തെറി വിളിക്കണത് അങ്ങനത്തെ ഒരാളെ അല്ല. പിന്നെ ആ കുറി ഇട്ട് വന്ന കേസ് ഇട്ട് വെച്ചാൽ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ബാക്കി ബ്രോ സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. വെറുതെ എക്സോസ്റ്റഡ് ആക്കണില്ല കേസ്. അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. കുറെ പേര് ചാറ്റിൽ കുറെ പേര് സോറി പറയാനുണ്ട് ബ്രോ അടുത്ത്. അതപ്പോ അങ്ങനെ ആ ഒരു ഇതിൽ വിട്ടാൽ മതി. കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്ര ദൂരം വന്നത്. അതെ, ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ, ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി. അല്ലാതെ ഇനി കുറെ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കിക്കേണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി. പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ. നന്നായിട്ട് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ. ഓക്കെ, എൻ്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിന് ഒരു ഇത് മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു. അല്ല, അത് കുഴപ്പമില്ല. ഇതിപ്പോ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ, അതിന് വലിയ കാര്യം. അപ്പോൾ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കിൽ ഐ എം സോ സോറി. ബ്രോ നമ്മുടെ കൂടി ക്ലിയർ ചെയ്യണല്ലോ. മനസ്സിലായി. അപ്പൊ ഇത് അങ്ങനെ പോട്ടെ. ഈ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നടക്കട്ടെ. താഴോട്ട് വരണോ? ഇല്ല ബ്രോ. ഓക്കെ. അപ്പൊ ബ്രോ പോയിട്ടോ. ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടോ? അതാ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം. ഒരു സെക്കൻഡ്.